ഇവിടെ നിന്റെ പുറത്ത് വെക്കാനല്ല, എന്റെ പുറത്തല്ല, റൂമിന്റെ പുറത്ത് അവിടെ കൊണ്ടുവെക്കും. റൂമിന്റെ പുറത്താ. ആദ്യം വന്നൊരു കുരിശാറുണ്ട്. അതൊക്കെ ഇവിടെ എന്താണ് പേര്? പേരോ? ഒറ്റ മിനിറ്റ്. സ്വന്തം പേരറിയില്ല, ചോദിക്കാൻ പോയതാ മിടുക്കൻ. ഹവായി ഹവാക്ക. എടോ ചെരുപ്പിന്റെ പേരല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് നിന്റെ പേര്. എന്റെ പേരാ? എന്റെ പേര് കുട്ടപ്പൻ. കുട്ടപ്പൻ. കുട്ടപ്പന്റെ സ്ഥലം എവിടെയാണ്? കട്ടപ്പന. എന്താണ് തൊഴില്? കൊട്ടപ്പാക്കിന്റെ പരിപാടിയാ. നല്ല പരിപാടിക്കാരൻ. ജീവിതമൊക്കെ എങ്ങനെയാ കുട്ടപ്പ? കട്ടപ്പോക്കിയാ. കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടപ്പൻ മേരീഡ് ആണോ? എങ്ങനെ? കുട്ടപ്പൻ മേരീഡ് ആണോ? മേരി ആഴ്ചയിൽ ഒരു ദിവസം. എന്താ ഉദ്ദേശിച്ചത്? അല്ലെ അളിയൻ വരുന്ന ദിവസം. എന്താ ഉദ്ദേശിച്ചത്? ഇതല്ലേ നീ മദ്യപിക്കുന്ന കാര്യമില്ല, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. കുട്ടികൾ 2. ആരൊക്കെയാണ്? ഒരു കേസും കുട്ടിയും ഒരു പുട്ടും കുറ്റിയും. ഇവിടെ നിന്റെ കിച്ചണിലെ കാര്യമല്ല ചോദിച്ചത്. അദ്ദേഹം ഇവരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. ചിൽഡ്രൻ ചില്ലറുണ്ട് 2.50 ബസ്സിന് കൊടുത്തിട്ട് ബാക്കിയാണ്. തനിക്ക് പിള്ളേരുണ്ടോന്ന്? മക്കള് കുട്ടികളുണ്ട്. മെടുക്കൻ. ഒരു കാര്യം ചോദിക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയണം. അതായത് നിന്റെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, മെമ്പർമാരുണ്ട്? മെമ്പർമാരല്ല, വോട്ടർമാരാ. അതല്ല, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അച്ഛനമ്മക്ക് നിങ്ങൾ എത്ര മക്കളാണ്? അച്ഛനമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കളാണ്. അച്ഛനമ്മ നിങ്ങൾ 2 മക്കളാണ്. അപ്പൊ നീയാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. ഏതൊക്കെ അടക്കാൻ പറ്റില്ല, മനസ്സിലായി? തന്റെ അസുഖം പറ. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞത് കണ്ട ശരീരമൊക്കെ മെലിഞ്ഞെല്ലാം ഉണങ്ങി. നിന്നെ കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു വിഷാദമായുള്ള നിനക്കൊരു കാര്യം ചെയ്താൽ പറയാം, അത് രാവിലെ ഒന്ന് എഴുന്നേൽക്കാം, എന്ന് 2-3 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നല്ലൊരു എനർജി കിട്ടും. ഞാൻ ഓടലുണ്ട്. ഞാൻ ദിവസം 4 കിലോമീറ്റർ ഓടും. തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഒറ്റ ഇരുത്താ കൊറേ നേരം ഇങ്ങനെ ഇരിക്കും. ഇതാണ് പ്രശ്നം. വീട്ടിൽ തിരിച്ചെത്തി ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഭാര്യയും മക്കളെയും കൂട്ടി ഒരുമിച്ച് ഇരുന്നാ പോരെ. അത് ശരി, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോ ഭാര്യയും മക്കളെല്ലാം കമ്പനി അടിച്ചിരിക്കാൻ പറ്റുമോ? അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖം ഒരുപാടുണ്ട്. ഇത് തുടങ്ങിയിട്ട് 2-3 മാസമായി. 3 മാസമായിട്ട് ആരും കാണിച്ചില്ല. ആപ്പിളിന്റെ വീട്ടിനടുത്തുള്ള ഗോപാൽ ഡോക്ടർ കഴിഞ്ഞ ദിവസം കൊണ്ടു കാട്ടി. നമ്മുടെ ഗോപാൽ ഡോക്ടർ അയാൾ എന്താണ് പറഞ്ഞത്? 2 കാര്യം. എന്താണ്? ആദ്യം ഇവിടെ ഇറങ്ങി JCB എടുത്തു പോകാന്ന് പറഞ്ഞു. JCB? ഞാൻ പറഞ്ഞത് കിട്ടാനൊക്കെ റോഡ് പണിക്ക് കൊണ്ടുപോയല്ലേ, മണ്ണ് മാന്തായ. അയാൾ JCB എടുക്കാനല്ല പറഞ്ഞത്, ECG എടുക്കാനാണ്. ECG? അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്നോട് അറിയാം, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്താ പറഞ്ഞ? മൂത്രം ടേസ്റ്റ് ചെയ്യണം. മൂത്രം നല്ല കാര്യമല്ലേ? ഇങ്ങനല്ല കാര്യം, എനിക്കല്ല കാര്യം. ടേസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ടെസ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? സത്യത്തിൽ കുട്ടപ്പന്റെ അസുഖം എന്താ പറയുക? സത്യത്തിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാ. എന്താണ് പ്രശ്നം? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നെഞ്ചിന്റെ ഈ വലതു ഭാഗത്തുനിന്ന് ഭയങ്കര ശബ്ദമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക. ഈ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ശബ്ദം? ഈ ഭാഗത്തുനിന്ന്. എന്ത് ശബ്ദമാണ് കുട്ടപ്പ? കേൾക്കണോ? ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം. ഇത് ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഭാഷയിൽ ട്രെയിൻ ഓഫ് മാനിയ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം ചെയ്യാം, നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് അടുത്തോട്ട് ഈ ഭാഗത്ത്. ഓക്കെ, ഒന്ന് നോക്കട്ടെ. കുട്ടപ്പ, ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലല്ലോ. ഈ അസുഖത്തിന്റെ പേരെന്താ സാറ് പറഞ്ഞത്? ട്രെയിൻ ഓഫ് മാനിയ. പിന്നെ ഏതോ സ്റ്റേഷനിൽ എത്തി നിർത്തിയിട്ടായിരിക്കും. എനിക്ക് താങ്ങാൻ നിൽക്കില്ല. എനിക്ക് പറ്റുന്നില്ല. അസുഖം എന്റെ വയറിന് ഈ ഭാഗത്ത് ഭയങ്കര ഇടി. ഈ ഭാഗം ശക്തമായി ഇടി. ഈ ഭാഗത്ത് ഭയങ്കര മിന്നല്. ഇടിയും മിന്നലും. അപ്പൊ കാറ്റുണ്ടാവാറുണ്ടോ? കാറ്റ് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. കൃത്യമായിട്ടൊന്ന് നോക്കണ്ടുണ്ട്. കുട്ടപ്പാ, മൂത്രമൊക്കെ എങ്ങനെയാണോ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ കണ്ണു കൂടിയാ മൂത്രം വയ്ക്കുന്നത്? കണ്ണു പിടിച്ച് ഇന്നോട് വയ്ക്കാൻ മൂത്രം എങ്ങനെയാ പോകുന്നത്? ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ മൂത്രം എങ്ങനെയാണ് പോകുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് പോകുന്നത്? സംഭവം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. നീ എന്താ മനസ്സിലാക്കി? ഞാൻ ഉദ്ദേശിച്ചതല്ല. മൂത്രം കൃത്യമായ അളവിനും കാര്യത്തിനൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ? എന്റെ സാറേ ഒക്കെ പറയാത്തല്ലേ. 3G അല്ലേ 4G അല്ലേ, അമ്മ 5G യിലായി. അമ്മ അതിന് സ്പീഡാ സർവ്വ പോവുക. വീടിനടുത്തുള്ള ആളുകളൊക്കെ സുധായി വിരേജ് കംപ്ലീറ്റ് വീട് വയ്ക്കും. ഞാൻ കണ്ടു വീടിനടുത്ത് പോകുന്നത്. മൂത്രത്തിൽ കളർ വ്യത്യാസം വല്ലതും? കളർ വ്യത്യാസം ഇതല്ല, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാ, ബ്ലാക്ക് ആൻഡ് വൈറ്റാ. അതല്ല, മൂത്രത്തിൽ പഞ്ചസാരന്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? പഞ്ചസാരന്റെ വിഷയം ഇല്ല. തനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വേറെ പ്രശ്നം സത്യം പറഞ്ഞാൽ എനിക്ക് മൂത്രം ഒഴിക്കുമ്പോ ഭയങ്കര കടച്ചല്, പുകച്ചല്, വേദന, അതുപോലെ തന്നെ ഇങ്ങനെ കുരുകുരുക്കെ പൊന്തി ഈ ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ലൈംഗിക രോഗം കൊണ്ട് നടത്തും അല്ലെ? അങ്ങനെയാണ്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളാണല്ലോ. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ നീ കാര്യം ചെയ്യും, ലൈംഗിക രോഗം ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് പുലരി കേന്ദ്രത്തിൽ പോയിട്ട് ലൈംഗിക രോഗ ചികിത്സ തേടണം. പുലരി കേന്ദ്രം. കാരണം ഇങ്ങനെ ലൈംഗിക രോഗമുള്ളവരിലേക്ക് HIV വൈറസ് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് എനിക്ക് HIV ഇതാണെന്നാണ്. ഇവിടെ നിനക്ക് HIV ഉണ്ടെന്നല്ല പറഞ്ഞത്, ലൈംഗികരമുള്ളവരിലേക്ക് HIV വൈറസ് കടന്നുള്ള സാധ്യതയുണ്ട്. സാധ്യത. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് HIV ടെസ്റ്റ് കൂടി നടത്തണം. HIV ടെസ്റ്റ് നടത്തണം. മനസ്സിലായോ? അപ്പൊ HIV ടെസ്റ്റ് എവിടുന്ന സാറേ നടത്തുക? അതിനല്ലേ ജ്യോതിസ് ഉള്ളത്. അതിനിപ്പോ ഞാൻ ജോത്സ്യന്റെ എടുത്തിട്ടുള്ള പൈസ കട കൊടുത്ത് കബഡി നടത്തണോ? എന്താ കല്യാണം ആലോചിക്കാൻ പോവുക? ജ്യോതിസ് കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് HIV ടെസ്റ്റ് നടത്തുക. ജ്യോതിഷ് കേന്ദ്രങ്ങളിൽ? ജ്യോതിസ് കേന്ദ്രങ്ങളിൽ പോയിട്ട്. ശരി, ഞാൻ ജോത്സ്യന്റെ അടുത്ത് കേട്ടത്. മനസ്സിലായി. അപ്പൊ ജ്യോതിഷ് കേന്ദ്രങ്ങളിൽ പോകും. അപ്പൊ സാറേ അതല്ല, അവിടെയൊക്കെ പോയി കഴിഞ്ഞാല് ഒരുപാട് പൈസ ആവില്ല. ഞാൻ പാവപ്പെട്ട ഒരാളാണ്, അത് ഒരുപാട് പൈസ ഒക്കെ ആവില്ലേ? HIV ടെസ്റ്റ് തികച്ചും സൗജന്യമാണ്, പൈസന്റെ ആവശ്യമില്ല. സൗജന്യമാണ്? സൗജന്യമാണ്. അതല്ല എന്നല്ല, നമ്മൾ അവിടെ പോയി നാട്ടിലും വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ സാറേ? മനസ്സിലായി. അതായത് കുട്ടപ്പൻ ഈ HIV ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നാട്ടുകാരും വീട്ടുകാരും അറിയോ എന്നുള്ളതായിരിക്കും കുട്ടപ്പൻ. അങ്ങനെ ഒരു പേടി വേണ്ട. ഇതിന്റെ റിസൾട്ട് തികച്ചും സ്വകാര്യമായിരിക്കും, ഒരാള് പോലും അറിയില്ല. അപ്പൊ ധൈര്യമായിട്ട് പോയിട്ട് എന്ത് ചെയ്യാ, HIV ടെസ്റ്റ് നടത്താം. അപ്പൊ സൗജന്യാണ്, സ്വകാര്യമാണ്. മനസ്സിലായല്ലോ? കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ധൈര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും സാർ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. എന്ത് ഉപകാരം? ഈ HIV വൈറസ് എങ്ങനെയാണ് പകരുന്നത്, പകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ, എനിക്ക് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ആയിരിക്കണം, അതേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. 4 വിധത്തിൽ മാത്രമേ HIV വൈറസ് ഒരാളിലേക്ക് കടന്നു വരൂ. 4 വിധത്തിൽ മാത്രമേ കടന്നു വരൂ. അതിൽ ഒന്ന്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. സുരക്ഷിതമല്ലാത്തല്ലയോ? മനസ്സിലായി. അതായത് ജനലും വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് സുരക്ഷിതമായി. അതല്ല ഉദ്ദേശിച്ചത്. കുട്ടപ്പൻ കല്യാണം കഴിച്ചാണല്ലോ. അപ്പൊ വിശ്വസിയുള്ള ഒരു പങ്കാളിയുമായിട്ട് മാത്രം എന്ത് ചെയ്യാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. മനസ്സിലായല്ലോ? ഒരു പങ്കാളി. അതല്ല സാറേ, ഞാനൊക്കെ ഒരു ഡ്രൈവറാണ്. അപ്പൊ ഞാനിന്ന് വണ്ടിയായിട്ട് പോയി കഴിഞ്ഞ ഒരു മാസമൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെയൊക്കെ പോകും. അങ്ങനെ കുറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഞങ്ങൾക്ക് വണ്ടി താവളങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് എന്താ പറയാ, എന്തെങ്കിലും അബദ്ധങ്ങളിലൊക്കെ മനുഷ്യന്മാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ